എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ, ഈ ഗ്രൂപ്പിൽ വരുന്ന നക്ഷത്രങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാം. ഇവയ്ക്ക് മൂന്നിനും മൂന്ന് മൂർത്തി ഭാവങ്ങളുമുണ്ട്. സൃഷ്ടിക്ക് ബ്രഹ്മദേവൻ, സ്ഥിതിക്ക് വിഷ്ണുദേവൻ, അതുപോലെ തന്നെ സംഹാരത്തിൻ്റെ ദേവനായി നമ്മൾ മഹാദേവനെയുമാണ് കണക്കാക്കുന്നത്. അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണ്. ശരിക്കും സൃഷ്ടിയിൽ നിന്നല്ലേ ജനറേഷൻ എന്ന വാക്കുണ്ടായത്? സ്ഥിതിയിൽ നിന്നല്ലേ ഓറിയന്റേഷൻ എന്ന വാക്കുണ്ടായത്? സംഹാരത്തിൽ നിന്നല്ലേ ഡിസ്ട്രക്ഷൻ എന്ന വാക്കുണ്ടായത്? അങ്ങനെ ചിന്തിക്കുമ്പോൾ ജനറേഷൻ്റെ ജിയും ഓറിയന്റേഷൻ്റെ ഓയും ഡിസ്ട്രക്ഷൻ്റെ ഡിയും കൂടെ ചേരുമ്പോൾ ഗോഡ് എന്ന വാക്കുണ്ടാകും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. എങ്കിലും അത് യുക്തിപരമായ ചിന്തകൾക്ക് അതീതമായതുകൊണ്ട് നമുക്കിന്ന് സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബ്രഹ്മനക്ഷത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ബ്രഹ്മനക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ അശ്വതി, അത്തം, അനിഴം, അവിട്ടം, ചിത്തിര, ചോതി, ചതയം, മകയിരം, പൂരാടം എന്നീ നക്ഷത്രങ്ങളെയാണ് നമ്മൾ പൊതുവെ ബ്രഹ്മനക്ഷത്രങ്ങളായി കണക്കാക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ നക്ഷത്രക്കാർ പൊതുവെ സൃഷ്ടിപരമായ കാര്യങ്ങളിൽ വളരെ അറിവുള്ളവരായിരിക്കും. ഏതൊരു കാര്യത്തിലും ഏതൊരു മേഖലയിലും അവർക്ക് അവരുടേതായ ഒരു കയ്യൊപ്പ് ചാർത്താൻ തീർച്ചയായും കഴിയുന്നതുമായിരിക്കും. ഇവർ പൊതുവെ ശാന്തമായ പ്രകൃതത്തിനുടമകളാണെന്ന് നമുക്ക് തോന്നും. എന്നിരുന്നാലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇവർ ക്ഷിപ്രകോപികളായി പെരുമാറുന്നതായിട്ടും കണ്ടുവരുന്നു. ഇവർക്ക് എല്ലാവരോടും സ്നേഹമുള്ള ഒരു ഗ്രൂപ്പ് നക്ഷത്രത്തിൽപ്പെട്ടവരാണെന്ന് പറയാവുന്നതാണ്. പക്ഷെ ആ സ്നേഹം ബാഹ്യമായ പ്രകടനങ്ങളിൽ മിക്കപ്പോഴും കണ്ടുവരാൻ പ്രയാസവുമായിരിക്കും. ഇവർ കുടുംബത്തിന് വേണ്ടിയും സ്വജനങ്ങൾക്ക് വേണ്ടിയും ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ഹോമിച്ച് തീർക്കുന്നവരായിട്ടാണ് കണ്ടുവരുന്നത്. ഇവർ കഠിനാധ്വാനികൾ, ഏതൊരു മേഖലയിലും ഉയർന്ന നിലവാരം പുലർത്തി മുന്നേറാൻ കഴിയുന്നവരുമായിരിക്കും. ഇവർക്ക് പാരതന്ത്ര്യം എന്ന് പറയുന്നത് മൃതിയേക്കാൾ ഭയാനകമെന്ന് കരുതുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യമോഹികളായിരിക്കും, ആത്മാഭിമാനികളായിരിക്കും. ഇതൊക്കെ ഇവരുടെ പൊതുവെ വരുന്ന ചില സ്വഭാവ സവിശേഷതകളായിട്ട് പറയാവുന്നതാണ്. ഇവർക്ക് ആരോടും കരുണയും ആരെയും സഹായിക്കാനുള്ള മനസ്സും ഉള്ളവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് കുടുംബ ബന്ധങ്ങളുമായി അല്ലെങ്കിൽ കുടുംബത്തിൽ പെട്ടവരും സ്വജനങ്ങളുമായി വളരെ ഡീപ്പായ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടി ഇവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം തന്നെ ഒഴിഞ്ഞു വയ്ക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ പരിണതഫലം പലപ്പോഴും തിക്താനുഭവങ്ങളായി മാറുകയും അതിൽ ഇവർക്ക് വളരെയേറെ നിരാശ ഉണ്ടാകുകയും ചെയ്യാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. അതുപോലെ തന്നെ സഹായം ആവശ്യമുള്ളവർക്ക് അവരെ കൊണ്ട് കണ്ടറിഞ്ഞ് സഹായിക്കാൻ കഴിയുന്നവരുമായിരിക്കും. അവർക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും അവർ ചെയ്യുന്നതുമായിരിക്കും. പക്ഷെ ഇവർക്കൊരു ആവശ്യം വന്നു പെട്ടാൽ ഈ ബന്ധുജനങ്ങളിൽ സ്വജനങ്ങളിൽ നിന്നുമൊക്കെ പലപ്പോഴും തിക്താനുഭവങ്ങൾ തന്നെയാണ് വന്ന് ഭവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
പക്ഷെ ആ സമയത്ത് ഇവരെ സഹായിക്കുന്നത് മറ്റുള്ളവരായിരിക്കും, അവർക്ക് സഹായം ലഭിക്കുന്നതും ആയിരിക്കും. ഇവർക്ക് സ്വാതന്ത്ര്യപ്രേമികളായതുകൊണ്ട് സ്വതന്ത്രമായ പരിശ്രമത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും നേടിയെടുക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയിലൂടെ മുമ്പോട്ട് പോകാനായിരിക്കും ആഗ്രഹം ഏറ്റവും കൂടുതൽ. അല്ലെങ്കിൽ തന്നെ ഇവരുടെ നേട്ടങ്ങളെല്ലാം കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടുള്ളത് തന്നെ ആയിരിക്കുകയും ചെയ്യും. ഒട്ടുമുക്കാൽ പേരും സ്വന്തമായ പരിശ്രമത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ആയിരിക്കും ജീവിതത്തിൻ്റെ ഉയർന്ന മേഖലകളിലേക്ക് എത്തിച്ചേരുന്നത്. ഇവർക്ക് എല്ലാ മേഖലകളിലും ശോഭിക്കാൻ കഴിയുന്നവരാണ്. കാരണം ബൗദ്ധികമായ ഉയർന്ന നിലവാരം പുലർത്തുന്നവരാണ്. ഏതൊരു കാര്യത്തിലും അവരുടേതായ കാഴ്ചപ്പാടുകളും അതിനനുസരിച്ചുള്ള കർമ്മങ്ങളും നിറവേറ്റി മുമ്പോട്ട് പോകാൻ കഴിയുന്നവരും ആയിരിക്കും. ഇവർ പൊതുവെ കാഴ്ചയിലും പെരുമാറ്റത്തിലുമൊക്കെ ഭാഗ്യവാന്മാരായിട്ടും കുലീന കുടുംബത്തിൽ പിറന്നവരായിട്ടും സാമ്പത്തികമായി ഉയർന്ന നിലവാരം പുലർത്തുന്നവരായിട്ടും ഒക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. യാഥാർത്ഥ്യത്തിൽ പലപ്പോഴും അവർക്ക് പലതരം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരും ഉള്ളിൻ്റെ ഉള്ളിൽ പലതരം പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒളിപ്പിച്ചു വെച്ച് നടക്കുന്നവരും ഒക്കെ ആയിരിക്കും. പലപ്പോഴും ഇവരുടെ രഹസ്യങ്ങളിലൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് മാത്രം പറയുന്നവരും ഒക്കെ ആയിരിക്കും. എന്നിരുന്നാലും പുറമേ ഇവർ ഒരിക്കലും അവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചോ പ്രശ്നങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതുമാത്രവുമല്ല, ഇവർ എവിടെയും ഇടിച്ചു കയറി അവരുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നവരല്ല മിക്കവാറും. പക്ഷേ ഇവർ എവിടെയും ശ്രദ്ധിക്കപ്പെടുന്ന പ്രകൃതത്തിനുടമകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ പൊതുവെ എല്ലാവരും അടുപ്പം കാണിക്കുന്നവരും വളരെയേറെ സൗഹൃദ ബന്ധങ്ങളും ഒക്കെ നിലനിർത്തി പോരുന്നവരും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇതിനൊക്കെ ഒരുപാട് കാലം ആ ബന്ധങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ എന്തുകൊണ്ടോ ഇവർക്ക് കഴിയുന്നതുമല്ല. പലപ്പോഴും അടുത്ത സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇവരുടെ ഒരു പൊതുമേഖലയെക്കുറിച്ച് എടുത്തു പറയുക എന്ന് വെച്ചാൽ പ്രയാസമാണ്. എല്ലാ മേഖലകളിലും ഇവരവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ളവരാണ്. കലാകാരന്മാരായിട്ട് വളരെ പ്രശസ്തരായ പലരും ഈ ബ്രഹ്മനക്ഷത്രത്തിൽപ്പെട്ടവരുണ്ട്. രാഷ്ട്രീയത്തിലുണ്ട്. അതുപോലെ തന്നെ അധ്യാപകർ, ബിസിനസ്സുകാർ, ഇങ്ങനെ നാനാ തുറകളിലും തങ്ങളുടെ കഴിവ് തെളിയിച്ച നിരവധി പേര് ഈ ബ്രഹ്മനക്ഷത്രത്തിലുണ്ട്. കൂടാതെ ആത്മീയ രംഗത്തൊക്കെ വളരെയേറെ പ്രശസ്തരായി തീർന്ന വ്യക്തികളും ഒക്കെ ഈ നക്ഷത്രത്തിലുണ്ട്. എന്നിരുന്നാലും ഇവർക്ക് പലപ്പോഴും ഇവരുടെ കർമ്മത്തിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നതായി കണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാം, ബ്രഹ്മദേവന്റെ കഥയെടുത്താൽ പോലും ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ 3 പേരും ഒരുപോലെ, അതായത് പരസ്പരം സൃഷ്ടിയും സ്ഥിതിയും സംഹാരങ്ങളും ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്നെങ്കിലേ ഈ പ്രപഞ്ചം നിലനിൽക്കത്തുള്ളൂ. ഒരു സന്തുലിതാവസ്ഥയിൽ 3 കൂടി ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് നിലനിൽക്കുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് 3 പേരും തുല്യരാണ്. പക്ഷേ മഹാദേവനോ ലഭിക്കുന്ന അത്ര പ്രാധാന്യം നമ്മൾ പലപ്പോഴും ബ്രഹ്മദേവൻ ലഭിക്കുന്നതായി കാണുന്നില്ല. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രങ്ങളൊക്കെ വളരെ കുറവായിരിക്കും, ബ്രഹ്മാവിൻ്റെ ഭക്തരും വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മൾ പൊതുവെ പറയുന്നൊരു വാക്കുണ്ടല്ലോ, അതായത് നമ്മൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ പൊതുവെ എല്ലാവരും പറയുന്നത് കണ്ട് ബ്രഹ്മദേവൻ വിചാരിച്ചാൽ പോലും അവനെ തടയാൻ പറ്റില്ല എന്ന് പറയും. അതുപോലെ തിരിച്ചു പറയാം, ചിലർ സ്വയം പറയുന്നവരുമുണ്ട്, എന്നെ തടയാൻ ബ്രഹ്മാവിനെ കൊണ്ട് പോലും കഴിയില്ല എന്ന് പറയുന്നവരെ നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ബ്രഹ്മാവിനെ കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മിക്കപ്പോഴും അസാധ്യമായി ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അവരെ കൊണ്ട് സാധ്യമായത് എന്തും നേടിയെടുക്കാൻ കഴിയുന്നവരുമാണ്. അത്തരം നേട്ടങ്ങളിലൂടെ ജീവിതത്തിൻ്റെ ഉന്നതങ്ങളിൽ എത്തിച്ചേരുന്നവരുമാണ്. എന്നിരുന്നാൽ എവിടെയൊക്കെയോ ഇതിൻ്റെയൊക്കെയോ കുറവുകൾ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരിൽ കണ്ടുവരുന്നുമുണ്ട്. ഇവർ പൊതുവെ വളരെ സന്തോഷവാന്മാരായിട്ട് കാണപ്പെടുന്നതെങ്കിലും മാനസികമായ ക്ലേശങ്ങൾ ഇവരെ പലപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇവരെ കാഴ്ചയിൽ ഗാംഭീര്യമുള്ളവരൊന്നും മാനസികമായി ഉയർന്ന നിലവാരം പുലർത്തുന്നവരാണെന്നൊക്കെ തോന്നുമെങ്കിലും നിസാര കാര്യങ്ങളിൽ പോലും വിഷമിക്കുന്നവരാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിഷമിക്കുകയും ചെയ്യുന്നവരാണ് ഇവരിൽ ഒട്ടുമുക്കാൽ പേര്.
ഗ്രഹനിലയ്ക്ക് ആനുപാതികമായ ചിലരുടെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാകാമെങ്കിൽ പോലും പൊതുവെ ഇവരെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ബ്രഹ്മദേവനെ പോലെ കഴിവിനനുസരിച്ച് പരിഗണന ഒട്ടുമുക്കാൽ പേർക്ക് ലഭിക്കാറില്ല എന്നുള്ളൊരു വസ്തുതയും ഇവർക്കുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ബ്രഹ്മനക്ഷത്രത്തിൽപ്പെട്ടവരെ കുറിച്ച് പൊതുവേ പറയാവുന്ന കാര്യം. ഇവർ ജീവിതത്തിൽ കഴിവിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നില്ലെങ്കിൽ പോലും ഇവരുടെ കഴിവുകൾ കൊണ്ട് ഇവർ ഉയരങ്ങൾ കീഴടക്കുന്നവരും എവിടെയും അവരുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവരും ഒക്കെയാണ്. എന്നിരുന്നാലും ഇവർ പലപ്പോഴും ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവരും ഏറ്റവും അടുത്ത സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടൊക്കെ മാനസികമായ പലതരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരും ആയിരിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത. പക്ഷേ അത്തരം കാര്യങ്ങളെയൊക്കെ ഉള്ളൊതുക്കി മുമ്പോട്ട് പോകാൻ കഴിയുന്നവരാണ്. അതുപോലെ തന്നെ ഇവർ പലപ്പോഴും സ്വപ്നലോകത്തിൽ സഞ്ചരിക്കുന്നവരാണ്. ഇവരുടെ പല ചിന്തകളും പ്രായോഗികതയ്ക്കും അപ്പുറമുള്ള ചിന്തകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരായിരിക്കും. ചിലർ അതിനെ സൃഷ്ടിപരമായ കർമ്മങ്ങളിൽ കൊണ്ടുവരാറുണ്ട്. അത്തരക്കാരൊക്കെ നല്ല എഴുത്തുകാരൊക്കെ ആയി മാറാറുമുണ്ട്. അതുപോലെ ചിലർ ഭൗതിക ജീവിതത്തിൽ താല്പര്യം നഷ്ടപ്പെട്ട് ആത്മീയതയിലേക്ക് മടങ്ങുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മീയാചാര്യന്മാരായി മാറുന്ന ഒട്ടുമിക്കാൽ പേരും ഈ ബ്രഹ്മനക്ഷത്രത്തിൽപ്പെട്ടവരായിട്ടാണ് കണ്ടുവരുന്നത്. പൊതുവെ ഇവർക്കൊരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഇവർക്ക് എന്തൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും അജ്ഞാതമായൊരു ശക്തി ഇവരെ താങ്ങി നിർത്തുന്നതായി കാണാൻ കഴിയും. അതായത് ദൈവാധീനം ഏറ്റവും ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന നക്ഷത്രക്കാരാണ് ബ്രഹ്മനക്ഷത്രക്കാരെന്ന് ഉറപ്പിച്ച് പറയാവുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈശ്വരൻ്റെ ഒരു കടാക്ഷം ഇവരിൽ ഉണ്ടായിരിക്കും. ഇവരെ ഏത് പ്രതിസന്ധികളിലും അത് നിലനിർത്തി പോരുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ബ്രഹ്മനക്ഷത്രത്തിൽപ്പെട്ടവരെ കുറിച്ച് പൊതുവെ പറയാവുന്ന പൊതുവായ കാര്യങ്ങൾ എന്ന് പറയാവുന്നത്. എങ്കിലും ഗ്രഹനിലയ്ക്ക് ആനുപാതികമായിട്ടും ഒക്കെയുള്ള വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഇതൊരു പൊതുഫലം മാത്രമാണ്. അപ്പോൾ എല്ലാ ബ്രഹ്മനക്ഷത്രക്കാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം ഈശ്വരാധീനം വരുത്തി മുമ്പോട്ട് പോവുക. എല്ലാ ബ്രഹ്മനക്ഷത്രക്കാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വിഷയമായി കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.